ഒരു കുറ്റകൃത്യം ചെയ്ത് കുറച്ചു നാളൊക്കെ നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് മുങ്ങി നടക്കാൻ പലർക്കും കഴിയുമായിരിക്കും. എന്നാൽ ഇങ്ങനെ തെളിവ് നശിപ്പിച്ചും നുണകൾ പറഞ്ഞും പോലീസിന്റെയും കോടതിയുടെയും കണ്ണു മൂടിക്കെട്ടാൻ എത്ര നാൾ സാധിക്കും? അതിവിദഗ്ധമായി കൊല നടത്തിയാലും തെളിവുകൾ കുഴിച്ചിട്ടാലും ഒരിക്കലത് മറന്നേക്ക് പുറത്തുവരുമെന്നതാണ് യാഥാർത്ഥ്യം. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ അതിസമർത്ഥനായ കൊടും കുറ്റവാളിയാണ്. അയാൾ നടത്തിയ ക്രൂരകൃത്യങ്ങൾ വർഷങ്ങളോളം പുറംലോകം അറിഞ്ഞില്ല എന്നത് ആരുടെ വീഴ്ചയാണ്? ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭനെയും ഏറ്റുമാനൂരിലെ ജൈനമ്മയെയും കാണാതായ കേസിന് പിന്നാലെ കൂടുതൽ സ്ത്രീകളുടെ തിരോധാന കേസും ഉയർന്നു വരുന്നുണ്ട്. 13 വർഷം മുൻപ് ചേർത്തലയിൽ നിന്ന് കാണാതായ ആയിഷയുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യന് പങ്കുണ്ടോ? ആ വാർത്തയിലേക്ക് പോകും മുൻപ് ഭർത്തൃവീട്ടിൽ നരകജീവിതം നയിച്ച തൃശൂർ ഇരിങ്ങാലക്കുടയിലെ ഫസീലയ്ക്കും കൊല്ലത്തെ അഞ്ജനയ്ക്കും കണ്ണൂരിലെ ധനജയ്ക്കും എന്താണ് സംഭവിച്ചതെന്ന് കൂടി പരിശോധിക്കണം. ആ വാർത്തകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, ഇല്ലെങ്കിൽ അവർ എന്നെ കൊല്ലും. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് സ്വന്തം അമ്മയ്ക്ക് വാട്സാപ്പിൽ അയച്ച സന്ദേശമാണിത്. ഭർത്താവ് നൌഫൽ ഗർഭിണിയായ തന്റെ വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്തൃമാതാവ് അസഭ്യം പറഞ്ഞതായും ഫസീലയുടെ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് നൌഫൽ, ഭർത്തൃമാതാവ് റംലത്ത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിവയറ്റിൽ മർദ്ദനമേറ്റതിന്റെ അടയാളമുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക സൂചന. കരുവടന്ന സ്വദേശിനി ഫസീലയെ ചൊവ്വാഴ്ചയാണ് ഭർത്തൃവീട്ടിലെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യത്തെ കുഞ്ഞിന് 1 വയസ്സ് തികയും മുൻപ് രണ്ടാമത് ഗർഭിണിയായതിൽ തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ. രണ്ടാമതും ഗർഭിണിയായത് ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് നൌഫൽ വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്തൃമാതാവ് ഉപദ്രവിച്ചുവെന്നും യുവതിയുടെ സന്ദേശം പുറത്തു വന്നിരുന്നു. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ചുമത്തി ഇരുവർക്കുമെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് അറസ്റ്റ്. ജീവനൊടുക്കുകയാണെന്നും പെൺകുട്ടി മാതാവിനയച്ച സന്ദേശത്തിലുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തു. കരുപ്പടന്ന സ്വദേശി ഫസീലയെയാണ് ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളാണ് ഫസീല. അവർ തലയേറ്റി വീണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷേ അതിലെല്ലാം അവിടെ കെട്ടിയിട്ട് കൊണ്ടുപോയിരിക്കണം. ഞാൻ ആദ്യത്തെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അതനുസരിച്ചാണ് ഞാൻ ഈ കുടുംബാദികളൊക്കെ അറിയിച്ചു. അപ്പോൾ അവരെ വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യം അറിയണത് ഞാനാണ്. മെസ്സേജ് അയച്ചു മാത്രം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകി. ന്യൂസ് 18 തൃശൂർ. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഇറങ്ങിപ്പോകുന്ന ഒട്ടേറെ പെൺകുട്ടികളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഒടുവിൽ കോടതിയിൽ പോലും അവർ അച്ഛനമ്മമാരെ തള്ളിപ്പറയും. ഇങ്ങനെ മാതാപിതാക്കളുടെ കണ്ണീര് വീഴ്ത്തി വീട് വിട്ടിറങ്ങുന്ന മക്കൾക്ക് ഭർത്തൃവീട്ടിൽ സുഖമായി അന്തിയുറങ്ങാൻ കഴിയുമോ? കൊല്ലത്ത് 7 മാസം മുൻപ് കോടതി ഉത്തരവിനെ തുടർന്ന് കാമുകനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതാണ് ആയൂർ സ്വദേശിനി അഞ്ജന സതീഷ്. പിന്നീട് എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചത്? യുവതിയെ ഭർത്താവ് നിഹാസിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. സംഭവത്തിൽ ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വയസ്സുള്ള അഞ്ജന സതീഷ് വീട്ടുകാരുമായി പിണങ്ങിയാണ് മുസ്ലിം സമുദായത്തിലുള്ള നിഹാസിനെ വിവാഹം കഴിച്ചത്. തുടർന്ന് ഇയാൾക്കും മാതാപിതാക്കൾക്കുമൊപ്പം താമസിച്ചു വരികയായിരുന്നു. വീടിന്റെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ അഞ്ജനയെ നിഹാസും നാട്ടുകാരും ചേർന്ന് അഴിച്ചിറക്കി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. മരണകാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ്. വീട്ടിൽ പ്രശ്നങ്ങളില്ലായിരുന്നു എന്നാണ് വീട്ടുകാരുടെ മൊഴി. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് നിഹാസ്. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരാണെന്നത് കാരണം ഇരു കുടുംബങ്ങളും തുടക്കം മുതൽ തന്നെ ഇരുവരുടെയും ബന്ധത്തെ എതിർത്തിരുന്നു. ചടയമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ ഇതുവരെ അഞ്ജനയുടെ വീട്ടുകാർ പരാതി നൽകിയിട്ടില്ല. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ കുടുംബങ്ങളിൽ സ്ത്രീകളുടെ കണ്ണീരും ചോരയും വീഴുന്നുണ്ട്. ഭർത്താവിന്റെ ക്രൂരപീഡനങ്ങൾ സഹിച്ച് നരക ജീവിതം നയിക്കുന്ന ഭാര്യമാർ ഒടുവിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകും. കണ്ണൂർ പരിയാരം സ്വദേശിനി ധനജയും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ സഹിക്കാൻ തുടങ്ങിയതാണ്. പിന്നീട് പോലീസിൽ പരാതി നൽകിയിട്ടും ഭർത്താവിന്റെ പീഡനങ്ങൾ തുടർന്നു. ഒടുവിൽ 4ഉം 6ഉം വയസ്സുള്ള കുട്ടികളുമായി യുവതി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. 3 പേരെയും ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയെങ്കിലും മക്കളുടെ നില ഗുരുതരമാണ്. കുടുംബ കലഹത്തെ തുടർന്നാണ് ആത്മഹത്യാ ശ്രമമെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ചെറുതാഴം ശ്രീസ്തയിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ധനജയും 4ഉം 6ഉം വയസ്സുള്ള കുട്ടികളും ഗുരുതര പരിക്കുകളോടെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിൽ ആൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഭർത്തൃവീട്ടുവളപ്പിലെ ആഴമേറിയ കിണറിലാണ് യുവതി കുട്ടികളുമായി ചാടിയത്. മാസം മുമ്പ് ധനജ ഭർത്തൃമാതാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. മാനസിക പീഡനം ആരോപിച്ചായിരുന്നു പരാതി. എന്നാൽ അത് ബന്ധുക്കളും നാട്ടുകാരും സംസാരിച്ച് ഒത്തുതീർപ്പാക്കി. തുടർന്ന് വീണ്ടും ഭർത്തൃവീട്ടിലേക്ക് യുവതി എത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. അയൽവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് എത്തി കിണറ്റിൽ നിന്നും 3 പേരെയും പുറത്തെടുത്തത്. സംഭവത്തിൽ പരിയാരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടുംബകലഹത്തെ തുടർന്നാണ് ആത്മഹത്യാ ശ്രമമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 കണ്ണൂർ. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചത്? ആലപ്പുഴ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ വീട്ടമ്മയെ കൊലപ്പെടുത്തിയതാകാമെന്ന് സംശയിക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നുണ്ട്. ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ പണയം വെച്ചതായി കണ്ടെത്തി. ഇരുവരും തമ്മിൽ എത്ര നാളായി പരിചയമുണ്ടായിരുന്നു? ജൈനമ്മ ആലപ്പുഴയിൽ നിന്ന് പിന്നീട് എവിടേക്കാണ് പോയത്? ഇക്കാര്യങ്ങളിൽ വ്യക്തത വേണം. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും DNA പരിശോധനാ ഫലവും ലഭിച്ചാൽ കേസിൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. $9 പവനോളം ആഭരണങ്ങളാണ് ജൈനമ്മയുടെ കൈവശമുണ്ടായിരുന്നത്. സമാനമായ അളവിൽ സെബാസ്റ്റ്യൻ വിവിധയിടങ്ങളിലായി പണയം വെച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. കടയുടമകളുടെ മൊഴിയും രേഖകളും ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു. ഇതാണ് നിർണായക തെളിവായി മാറുന്നത്. സ്വർണത്തിന്റെ അടക്കം കൂടുതൽ പരിശോധന നടത്തി ജൈനമ്മയുടെ തന്നെയാണോ എന്ന പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പണം ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ വിലയിരുത്തുന്നത്. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപേക്ഷ നൽകി. 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ചത്. കസ്റ്റഡിയിൽ ലഭിച്ചാൽ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് നിഗമനങ്ങളിലെത്താനാണ് ശ്രമം. ഈ കാലയളവിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും DNA പരിശോധനാ ഫലവും ലഭിക്കുമെന്ന് അന്വേഷണ സംഘം കരുതുന്നു. DNA പരിശോധനാ ഫലമാണ് കേസിൽ ഏറ്റവും നിർണായകമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്.
ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ കൂടുതൽ സ്ത്രീകളുടെ തിരോധാനവും അന്വേഷണ പരിധിയിലുണ്ട്. ബിന്ദു പത്മനാഭനും ജൈനമ്മയ്ക്കും പുറമെ 13 വർഷം മുൻപ് കാണാതായ ചേർത്തല സ്വദേശിനി ആയിഷയുടെ തിരോധാനവും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന ഇവർ സ്ഥലമിടപാടിനായി അറസ്റ്റിലായ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് സൂചന. ബിന്ദുവിന്റെ തിരോധാനം അന്വേഷിച്ച ചേർത്തല പോലീസിൽ തന്നെയാണ് ആയിഷയുടെ കുടുംബവും പരാതി നൽകിയതെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. മെയ് 21 അമ്മയെ കാണാനില്ലെന്ന പരാതിയുമായി ഐഷയുടെ മക്കൾ ചേർത്തല പോലീസിനെ സമീപിക്കുന്നത്. വാരനാട്ടെ കുടുംബ വീടിനോട് ചേർന്ന് ഐഷ പുതുതായി സ്ഥലം വാങ്ങിയിരുന്നു. സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ഐഷയെ സമീപിച്ചിരുന്നുവെന്നാണ് പ്രദേശവാസികൾ സ്ഥിരീകരിക്കുന്നത്. ബിന്ദുവിന്റെ കേസ് നടക്കുന്ന സമയത്ത് ഈ ഐഷയുടെ അവിടെ സെബാസ്റ്റ്യൻ വന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞിടക്ക് ഒരു മോൻ വന്ന് ഇങ്ങനെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നുവെന്ന് അവിടെ വന്ന് വന്ന് പറഞ്ഞതായിട്ട്. ഐഷ റിട്ടയർ ആയതാണ്, അവർ പെൻഷനും അങ്ങനെ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കൈവശപ്പെടുത്തി കാണും. മുൻ പഞ്ചായത്ത് ജീവനക്കാരിയായ ഐഷ വിരമിച്ച് 2 വർഷത്തിനുള്ളിലാണ് സ്ഥലം വാങ്ങുന്നത്. പുരയിടത്തിൽ വീട് നിർമ്മാണം ആരംഭിക്കുന്നതിനായി അടിത്തറ കെട്ടിയിരുന്നതായി കുടുംബം പറയുന്നു. അവിടെ തന്നെ ഒരു ഷെഡ് നിർമ്മിച്ച് ഒറ്റയ്ക്കായിരുന്നു ഐഷ താമസിച്ചിരുന്നത്. 2012 മെയ് 13 ബാങ്കിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഐഷ പിന്നെ മടങ്ങി വന്നിട്ടില്ല. ആരാധനാലയങ്ങളിൽ എവിടെയെങ്കിലും പോയതാകാമെന്ന് ആദ്യം കരുതിയ ബന്ധുക്കൾ ഐഷ ദിവസങ്ങളായി മടങ്ങി വരാതായതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വാങ്ങിയ പുരയിടത്തിന്റെ പണം പൂർണ്ണമായി നൽകിയിട്ടില്ലെന്ന് പിന്നീട് മക്കൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. മകൻ ആ തുക കൂടി ഉടമയ്ക്ക് നൽകിയ ശേഷം പുരയിടം വർഷങ്ങൾക്ക് ശേഷം മറച്ചു വിൽക്കുകയായിരുന്നു. ദല്ലാൽ കൂടിയായിരുന്ന സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് സ്ഥലവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇതോടെ ബിന്ദു പത്മനാഭൻ ജൈനമ്മ തിരോധാനങ്ങൾക്കൊപ്പം ഐഷ കേസും സജീവ ചർച്ചയാവുകയാണ്. ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീട് പരിശോധിക്കാൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും RDOയുടെ അനുമതി തേടും. ജൈനമ്മ കേസ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പിടിവലിയാണ്. അതിലൂടെ ബിന്ദുവിലേക്കും ഐഷയിലേക്കും എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ചേർത്തല പോലീസിൽ നിന്നും ഐഷയുടെ കേസ് ഫയലും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. സത്യം എപ്പോഴെങ്കിലും മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരള പോലീസ് 3 സ്ത്രീകളുടെ തിരോധാന കേസിന് പിന്നാലെയാണെങ്കിൽ കർണാടകയിലെ പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിന്റെ പിന്നാമ്പുറ കഥകൾ തേടുകയാണ്. ധർമ്മസ്ഥലയിൽ പോലീസ് 2ാം ദിനത്തിൽ മണ്ണുകുഴിച്ച് നടത്തിയ പരിശോധനയിൽ സംശയകരമായ ചില വസ്തുക്കൾ ലഭിച്ചു. ചുവപ്പ് നിറമുള്ള ബ്ലൗസ്, ATM കാർഡ്, ആധാർ കാർഡ് എന്നിവയാണ് കണ്ടെത്തിയത്. ആധാർ കാർഡിൽ ലക്ഷ്മി എന്ന പേരുണ്ട്. ATM കാർഡ് പുരുഷന്റേതാണെന്ന് ആക്ഷൻ കമ്മിറ്റി അഭിഭാഷകൻ മഞ്ജുനാഥ് പറഞ്ഞു. 4 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര നടന്നുവെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സംശയകരമായ വസ്തുക്കൾ ലഭിച്ചത്. നേത്രാവതി പുഴയുടെ സമീപം മാർക്ക് ചെയ്തിരുന്ന പോയിന്റ് 1ലാണ് വസ്തുക്കൾ ലഭിച്ചത്. ചുവപ്പ് നിറമുള്ള ബ്ലൗസ്, ATM കാർഡ്, ആധാർ കാർഡ് എന്നിവയാണ് കണ്ടെത്തിയത്. ആധാർ കാർഡിൽ ലക്ഷ്മി എന്ന് പേരുണ്ട്. ATM കാർഡ് പുരുഷന്റേതാണെന്നും വ്യക്തമായി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആക്ഷൻ കമ്മിറ്റി അഭിഭാഷകൻ മഞ്ജുനാഥ ആവശ്യപ്പെട്ടു. 2.5 അടി കുഴിച്ചപ്പോഴാണ് ഇവ കണ്ടെത്തിയത്. പിന്നീട് 8 അടിയിലധികം ഇതേ സ്ഥലം കുഴിച്ചെങ്കിലും കാര്യമായ മറ്റു വസ്തുക്കളൊന്നും ഇവിടെ നിന്നും ലഭിച്ചിട്ടില്ല. 2 ദിവസങ്ങളിലായി 5 പോയിന്റുകളിലാണ് ശുചീകരണ തൊഴിലാളിയുടെ സാന്നിധ്യത്തിൽ മണ്ണ് നീക്കി പരിശോധന നടന്നത്. ഇവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നിലവിൽ 13 ഇടത്താണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും.
SITയുടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ DGP പ്രണബ് മൊഹന്തി ധർമ്മസ്ഥലയിലെത്തി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പരിശോധന ഇനിയും തുടരുമെന്നും DGP വ്യക്തമാക്കി. വനമേഖലയിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്തായിരിക്കും ഇനിയുള്ള പരിശോധന. വരും ദിവസങ്ങളിൽ ഭൂഗർഭ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയും ഉണ്ടായേക്കും. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. കൊല്ലം സ്വദേശിനി അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഭർത്താവിന്റെ മാനസിക ശാരീരിക പീഡനങ്ങളാണ് യുവതിയുടെ ആത്മഹത്യ കാരണമെന്നാണ് കണ്ടെത്തൽ. കേസിൽ ഭർത്താവ് സതീഷിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. സതീഷിന്റെ ക്രൂരത ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കാനും അന്വേഷണ സംഘം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നാട്ടിലെത്തിച്ച മൃതദേഹം റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ഷാർജയിൽ നിന്നും നാട്ടിലെത്തിച്ച മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് വീട്ടിലെത്തിച്ചത്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നായിരുന്നു ഷാർജയിലെ ഫോറൻസിക് പരിശോധനാ ഫലം. അതുല്യ തൂങ്ങി മരിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ മരണത്തിൽ അതുല്യയുടെ കുടുംബം ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടിൽ റീപോസ്റ്റ്മോർട്ടം നടത്തിയത്. തുടരന്വേഷണത്തിൽ റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും. ഷാർജയിലുള്ള ഭർത്താവ് സതീഷിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതെന്ന് കേസ് അന്വേഷണത്തിന്റെ ചുമതല വഹിക്കുന്ന കരുനാഗപ്പള്ളി ASP വ്യക്തമാക്കി. സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു. സതീഷിന്റെ ശാരീരിക മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതി. സതീഷ് ഭാര്യയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരുന്നു. അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ 8-അംഗ പ്രത്യേക സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത്. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന മേൽനോട്ടം വഹിക്കുന്ന സംഘത്തിന് നേതൃത്വം നൽകുന്നത് ചവറ തെക്കുംഭാഗം SHOയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതി സതീഷിന്റെ ക്രൂരത ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നു. അതുല്യയുടെ കുടുംബത്തിന്റെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തും. സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അതുല്യയുടെ ബന്ധുക്കളുടെ മൊഴിയിലുള്ളത്. അതുല്യ മറ്റുള്ളവരുമായി സംസാരിക്കുന്നതും സഹകരിക്കുന്നതും ഭർത്താവ് വിലക്കിയിരുന്നുവെന്ന് മാതാപിതാക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. അതുല്യയുടെ ശരീരത്തിലെ മർദ്ദനമേറ്റ പാടുകളുടെ ചിത്രങ്ങളും സതീഷ് സൈക്കോയെപ്പോലെ പെരുമാറുന്ന വീഡിയോയും തെളിവായി പരാതിക്കൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ പോലും മനസ്സു പതറുന്ന കുട്ടികൾ. അധ്യാപകരോ മാതാപിതാക്കളോ വഴക്കു പറഞ്ഞാൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നവർ. സ്കൂൾ മാറിയാലും ഡിവിഷൻ മാറ്റിയാലും ആത്മഹത്യ ചെയ്യുന്നവർ. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സ് ഇത്രയ്ക്കും ദുർബലമാകുന്നത്? തിരുവനന്തപുരത്തും കൊല്ലത്തും 2 +1 വിദ്യാർത്ഥികൾ ഒരേ ദിവസം ആത്മഹത്യ ചെയ്തത് നിസ്സാര പ്രശ്നത്തിന്റെ പേരിലാണ്. പുതിയ സ്കൂളിൽ പ്രവേശനം നേടിയതിന്റെ മനോവിഷമത്തിലാണ് നെയ്യാറ്റിൻകരയിൽ +1 വിദ്യാർത്ഥിനി പ്രതിഭ ജീവനൊടുക്കിയത്. കൊല്ലം അഞ്ചലിൽ +1 വിദ്യാർത്ഥിയായ ഋതു തൂങ്ങി മരിച്ചത് അമ്മയോട് വഴക്കിട്ടതിന്റെ മനോവിഷമത്തിലാണ്. 2 പേരുടെയും ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു.
നെയ്യാറ്റിൻകര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ പ്രതിഭയെ രാവിലെ ഊരൂട്ടുകാലയിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജേഷ് പ്രീത ദമ്പതികളുടെ മകളാണ് 16-കാരി. പുതിയ സ്കൂളിൽ പ്രവേശനം നേടിയ ശേഷം കുട്ടി മനോവിഷമത്തിലായിരുന്നുവെന്ന് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു. ഈ സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ലെന്ന് കുട്ടി നിരന്തരം പരാതി പറയുമായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നെയ്യാറ്റിൻകര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം അഞ്ചലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് +1 വിദ്യാർത്ഥിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മുളയ്ക്കൽ ഋതുഭവനിൽ രാജേന്ദ്രൻ രമ്യ ദമ്പതിമാരുടെ മകൻ 17 വയസ്സുകാരൻ ഋതുരാജേന്ദ്രനാണ് മരിച്ചത്. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. മുറിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ മാതാവുമായുള്ള പിണക്കമാണ് മരണകാരണമെന്ന് എഴുതിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം, തിരുവനന്തപുരം. എറണാകുളം പെരുമ്പള്ളിയിൽ വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. പെരുമ്പള്ളി അസീസി സ്കൂളിന് സമീപം താമസിക്കുന്ന സുധാകരൻ, ഭാര്യ ജിജി എന്നിവർ ഷോക്കേറ്റ് മരിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. സുധാകരന്റെ കാലിൽ ഇലക്ട്രിക് വയർ ചുറ്റിയത് പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും മറ്റ് സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂട്ടമരണത്തിന്റെ നടുക്കത്തിലാണ് പെരുമ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലെ നാട്ടുകാരും. രണ്ടു ദിവസമായി വീട്ടിലുള്ളവരെ പുറത്തു കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ അകത്ത് കയറി നോക്കിയപ്പോഴാണ് സുധാകരനെയും ഭാര്യ ജിജിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈദ്യുതാഘാതമേറ്റാണ് ഇരുവരും മരിച്ചത്. സുധാകരന്റെ കാലിൽ ഇലക്ട്രിക് വയർ ചുറ്റിയ നിലയിലായിരുന്നു. മൃതദേഹങ്ങൾ നിലത്താണ് കാണപ്പെട്ടത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാരണം വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ഇലക്ട്രിക് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം പത്തനാപുരത്ത് നിന്ന് കാണാതായ നിഷാന്ത് എന്ന യുവാവിന് എന്താണ് സംഭവിച്ചത്? ഈ മാസം 22-ന് വീട്ടിൽ നിന്നും വർക്ക്ഷോപ്പിലേക്കെന്ന് പറഞ്ഞു പോയ നിഷാന്തിനെ കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ യുവാവിന്റെ മൃതദേഹം കല്ലടയാറ്റിൽ നിന്ന് കണ്ടെത്തി. പത്തനാപുരം നെടുമ്പറമ്പ് സ്വദേശി നിഷാന്തിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ഈ മാസം 22-ന് വീട്ടിൽ നിന്നും വർക്ക്ഷോപ്പിലേക്ക് പോയ നിഷാന്തിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. വീട്ടുകാർ നിഷാന്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും സമീപ സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇവർ പത്തനാപുരം പോലീസിൽ പരാതി നൽകി. റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം പലയിടങ്ങളിലായി അന്വേഷണം നടന്നു. ഇതിനിടെയാണ് കല്ലടയാറ്റിൽ മൃതദേഹം കണ്ടത്. മഞ്ചല്ലൂർ മണക്കാട്ട് കടവിൽ നിന്നും ഫയർഫോഴ്സ് സ്കൂബ ടീമെത്തി മൃതദേഹം കണ്ടെത്തുകയായിരുന്നു.
22-ാം തീയതിയാണ് അവനെ കാണാൻ, ബുധനാഴ്ചയാണ് ഞങ്ങൾ അറിയുന്നത് കാണാതാവുന്നത്. ഇന്നിപ്പോൾ 9ാമത്തെ ദിവസമാണ് അവൻ്റെ ബോഡി കളയത്തിൽ നിന്ന് കിട്ടുന്നത്. ഇന്നലെ ഞങ്ങൾ ഈ തോട് വന്ന് ചേരുന്ന ഭാഗത്ത് ഏകദേശം ഇതിനോട് ചേർന്ന് അവിടെ വരെ ഞങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുന്നിടത്തോളം ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പക്ഷേ ഇങ്ങനെ ഒഴുകി വരാനുള്ള സാധ്യത അന്നേരം നമുക്ക് തോന്നത്തില്ല. പിന്നെ അവൻ്റെ ഫോണൊക്കെ നോക്കിയായിരുന്നു, അങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അന്നത്തെ ആ മഴയും അന്ന് 3-4 ദിവസം നിന്ന് നല്ല മഴ ആയതുകൊണ്ട് അങ്ങനെ ഒഴുകി വരാൻ സാധ്യത ഉണ്ടെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ഇവനെങ്ങനെ ഇത് സംഭവിച്ചു, ഒരിക്കലും അവന് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയണം. എങ്ങനെ അവൻ ഇവിടെ എത്തി. പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ ആർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടമാണോ ആത്മഹത്യയാണോ എന്നതിലൊന്നും വ്യക്തത വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവൂവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പുനലൂർ. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഈ നാട്ടിൽ എന്ത് വിലയാണുള്ളത്? പൊതുസ്ഥലങ്ങളിലും തൊഴിലിടത്തും ചൂഷണത്തിനും ഒളിഞ്ഞുനോട്ടത്തിനും ഇരകളാകപ്പെടുന്ന സാഹചര്യമാണ് പലർക്കും. കൊച്ചി ഇൻഫോ പാർക്കിലെ ശുചിമുറിയിൽ ഒളിക്യാമറ വെച്ചതാണ് ഒടുവിലത്തെ സംഭവം. പാർക്ക് സെന്റർ കെട്ടിടത്തിലെ വനിതാ ശുചിമുറിയിലാണ് ക്യാമറ കണ്ടെത്തിയത്. ഇവിടുത്തെ ജീവനക്കാരനാണ് ക്യാമറ സ്ഥാപിച്ചതെന്നും പ്രതിയെ ഉടൻ പിടികൂടുമെന്നും ഇൻഫോ പാർക്ക് പോലീസ് പറഞ്ഞു. ശനിയാഴ്ച ജീവനക്കാരനാണ് പ്രവർത്തനക്ഷമമായ നിലയിൽ ക്യാമറ കണ്ടെത്തിയത്. ഇൻഫോ പാർക്കിലെ പാർക്ക് സെന്റർ കെട്ടിടത്തിലെ 2ാം നിലയിലെ വനിതാ ശുചിമുറിയിലെ വാഷ് ബേസിന് താഴെ ഒളിപ്പിച്ച നിലയിലായിരുന്നു ക്യാമറ. ഇൻഫോ പാർക്ക് അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി മാനേജർ നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ടെത്തുന്ന സമയത്തും ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ മാസം 26-ന് ഉച്ച കഴിഞ്ഞാണ് ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നതായി കണ്ടെത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. BNS 77, IT ആക്ടിലെ 66E എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പാർക്ക് സെന്ററിലെ ജീവനക്കാരനാണ് ക്യാമറ സ്ഥാപിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്നയാളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ദൃശ്യങ്ങൾ കണ്ടാൽ അങ്ങേയറ്റം നാണക്കേട് തോന്നും. ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണോ ഈ നാട്ടിലെ പുരുഷന്മാർ? യുവതി ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയതോടെയാണ് ഇക്കാര്യം പുറം ലോകമറിഞ്ഞത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി. മൈലക്കാട് സ്വദേശി സുനിൽകുമാറിനെയാണ് കൊല്ലം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഒളിവിൽ പോയ ഇയാൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്നാണ് ഇത്തിക്കര പാലത്തിന് സമീപത്ത് നിന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തിങ്കളാഴ്ച രാത്രി 10:50-ന് മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. PSC പരിശീലന ക്ലാസ് കഴിഞ്ഞ് കൊട്ടിയത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനായി ബസ്സിൽ കയറിയ യുവതിയാണ് പരാതിക്കാരി. മുന്നിൽ നിന്നും 3ാമത്തെ സീറ്റിലായിരുന്നു ഇവർ ഇരുന്നത്. മേവറമെത്തിയപ്പോൾ എതിർവശത്തെ സീറ്റിലിരുന്ന പ്രതി തുടർച്ചയായി നഗ്നതാ പ്രദർശനം നടത്തി. യുവതി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. ബസ് കൊല്ലം KSRTC ഡിപ്പോയിലെത്തിയപ്പോൾ യുവതിയെ വിളിക്കാൻ സഹോദരൻ വന്നിരുന്നു. ഈ സമയം പ്രതി മറ്റൊരു ബസ്സിൽ കയറി സ്ഥലം വിട്ടു. അടുത്ത ദിവസം രാവിലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകുകയായിരുന്നു. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയ പോലീസ് ഇത്തിക്കര പാലത്തിന് സമീപത്ത് നിന്നാണ് മൈലക്കാട് സ്വദേശി 44-കാരനായ സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ പെയിന്റിംഗ് തൊഴിലാളിയാണ്.
വീട്ടിലെത്തി ബഹളം വെച്ച നാട്ടുകാരോട് താനല്ല ദൃശ്യങ്ങളിലുള്ളതെന്നും സംഭവ സമയം വീട്ടിലായിരുന്നുവെന്നും പ്രതി പറഞ്ഞിരുന്നു. പിന്നീട് ഒളിവിൽ പോയപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. ന്യൂസ് 18 കൊല്ലം. ബസ്സിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ബസ് ജീവനക്കാർക്കുണ്ട്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിയെ കയറിപ്പിടിച്ച പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് ജീവനക്കാരാണ്. സംഭവത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. പീഡന വിവരം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും പ്രതിയെ പോലീസിന് കൈമാറിയില്ലെന്നുമാണ് വിദ്യാർത്ഥിനിയുടെ പരാതി. എന്നാൽ വിദ്യാർത്ഥിനി പരാതിപ്പെടാത്തതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകാതിരുന്നതെന്ന് ബസ് ജീവനക്കാരും പറയുന്നു. ബസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. ഉച്ചയോടെ തിരൂരിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന മലാല ബസ്സിലാണ് സംഭവം. വളാഞ്ചേരി കാവുംപുറത്തെ കോളേജിൽ പഠിക്കുന്ന കറുകത്താണി സ്വദേശിയായ വിദ്യാർത്ഥിനിയാണ് ലൈംഗികാതിക്രമത്തിനിരയായതായി പരാതി നൽകിയത്. കോളേജിലേക്കുള്ള യാത്രാമധ്യേ പുത്തനത്താണിയിൽ നിന്ന് ബസ്സിൽ കയറിയാൽ പെൺകുട്ടിയെ കയറിപ്പിടിച്ചെന്ന പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തു. ബസ് ജീവനക്കാരെ വിവരമറിയിച്ചിട്ടും യാത്രക്കാരനെ പോലീസിലേൽപ്പിക്കാൻ ജീവനക്കാർ തയ്യാറായില്ലെന്നാണ് പരാതി. തുടർന്ന് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു. ബസ് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്തു. ബുധനാഴ്ച രാവിലെ മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് യാത്രക്കാരെ വലച്ചു. ബസ് കണ്ടക്ടറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബുദ്ധിമുട്ടായോ നമുക്ക് ഇങ്ങനെ ഒരു സമരം പെട്ടെന്നുള്ളത്? എവിടേക്ക് പോകാൻ നിൽക്കുക? തിരൂര്. അറിഞ്ഞിരുന്നോ ബസ് സമരം? ബുദ്ധിമുട്ടായോ? അപ്പോൾ സംഭവത്തെക്കുറിച്ചുള്ള പോലീസ് ഭാഷ്യം ഇങ്ങനെ: കടുങ്ങാത്തുകൊണ്ടിൽ നിന്ന് ബസ്സിൽ കയറിയ പെൺകുട്ടിക്ക് നേരെ പുത്തനത്താണിയിൽ നിന്ന് കയറിയ ഒരാൾ ലൈംഗികാതിക്രമം നടത്തി. പെൺകുട്ടി പരാതിപ്പെട്ടതോടെ ചോദ്യം ചെയ്തപ്പോൾ ബാഗ് ദേഹത്ത് തട്ടിയതാണെന്നും മാപ്പ് പറഞ്ഞെന്നും ആരോപണ വിധേയൻ പറഞ്ഞു. ഇതേ തുടർന്ന് ഇയാളെ മാറ്റിയിരുത്തുകയും ചെയ്തു. ശേഷം കാവുംപുറത്ത് ബസ് ഇറങ്ങേണ്ട പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നതിനായി വളാഞ്ചേരി വരെ യാത്ര ചെയ്തെങ്കിലും വളാഞ്ചേരി എത്തിയപ്പോൾ ആരോപണ വിധേയൻ കാവുംപുറത്ത് ഇറങ്ങിയതായി ബസ് ജീവനക്കാർ അറിയിക്കുകയായിരുന്നു. സമയമില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ സ്റ്റാൻഡിൽ ഇറക്കിവിട്ട ശേഷം ഇവർ പോയെന്നുമാണ് പരാതി. ക്ലാസ്സിൽ പെൺകുട്ടി വിഷാദത്തോടെ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ വിവരം തിരക്കുകയും സംഭവം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു. പിന്നീട് വീട്ടുകാർ ഇടപെട്ടാണ് പരാതി നൽകിയത്. അതേസമയം ബസ്സിൽ വെച്ച് പരാതി ഉള്ളതായി പെൺകുട്ടി പറഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ടു പോകാതിരുന്നതെന്നുമാണ് ബസ് ജീവനക്കാരുടെ വാദം. പിടിച്ചെടുത്ത ബസ് വിട്ടുകിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വളാഞ്ചേരിയിൽ നിന്ന് ഒരു ബസ്സും തിരൂർ റൂട്ടിൽ സർവീസ് നടത്തില്ലെന്ന നിലപാടിലാണ് ബസ് ജീവനക്കാർ. സ്ത്രീകളുമായുള്ള വഴിവിട്ട ബന്ധവും സൗഹൃദവുമൊക്കെ പിന്നീട് ജീവിതത്തിൽ തിരിഞ്ഞു കൊത്തുമെന്ന് ഓർത്താൽ നല്ലതാണ്. കൊച്ചിയിൽ IT കമ്പനി ഉടമയെ ഹണി ട്രാപ്പിൽ കുടുക്കി കോടികൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. രഹസ്യ ചാറ്റുകൾ പുറത്തുവിട്ട് നാണക്കേടുണ്ടാക്കുമെന്നും ബലാത്സംഗ കേസിൽ പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് ദമ്പതികൾ 30 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് തൃശൂർ വലപ്പാട് സ്വദേശി കൃഷ്ണദേവ്, ഭാര്യ ശ്വേത എന്നിവരെ കഴിഞ്ഞ ദിവസം എറണാകുളം സെൻട്രൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. IT വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ജോലി ചെയ്തയാളാണ് ശ്വേത. കമ്പനി ഉടമയ്ക്ക് ശ്വേതയുമായി അവിഹിത ബന്ധമുണ്ടെന്നും ബലാത്സംഗ കേസിൽപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടാനുള്ള ശ്രമം തുടങ്ങിയത്. രഹസ്യമായി നടത്തിയ ചാറ്റുകൾ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തി. 30 കോടി രൂപയാണ് ദമ്പതികൾ IT വ്യവസായിയോട് ആവശ്യപ്പെട്ടത്.
കഴിഞ്ഞ 23-ന് വൈകിട്ട് കമ്പനി ജീവനക്കാരും ഡയറക്ടർ ഉൾപ്പെടെയുള്ള 3 പേരെയും കൊച്ചിയിലെ ഹോട്ടലിലേക്ക് പ്രതികൾ വിളിച്ചു വരുത്തി. കമ്പനി ഉടമയ്ക്കെതിരെ ബലാത്സംഗ കേസ് നൽകുമെന്ന് ഇവരോട് പറഞ്ഞു. അല്ലാത്തപക്ഷം പണം നൽകണമെന്നായിരുന്നു ആവശ്യം. ഹോട്ടലിൽ വെച്ച് തന്നെ 10 കോടി രൂപ പ്രതികളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നിർദ്ദേശിച്ചു. എന്നാൽ വ്യവസായി 50,000 രൂപ പണമായപ്പോൾ കൈമാറി. തുടർന്ന് 10 കോടിയുടെ 2 ചെക്കുകൾ വീതം നൽകി. ബാക്കി 10 കോടി ബാങ്ക് വഴി അയക്കാമെന്നും പറഞ്ഞു. ഇതിനുശേഷം വ്യവസായി പോലീസിൽ പരാതി നൽകി. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി. ഇതിനുശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ടോ എന്നും പോലീസിന് സംശയമുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 കൊച്ചി. നിവിൻ പോളി നായകനായ ആക്ഷൻ ഹീറോ ബിജു ഹിറ്റായതോടെ അതിന്റെ 2ാം ഭാഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ. എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാമ്പത്തിക തട്ടിപ്പും പരാതിയും കേസും ചിത്രീകരണത്തെ പോലും ബാധിച്ചു. പിന്നീട് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ കേസ് വന്നു. പിന്നാലെ നിർമ്മാതാവ് ഷംനാസും കേസിൽ കുടുങ്ങി. യഥാർത്ഥത്തിൽ എന്താണ് ആ വിവാദത്തിന് പിന്നിൽ? ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ പേര് വ്യാജ ഒപ്പിട്ട് സ്വന്തമാക്കിയെന്ന നിവിൻ പോളിയുടെ പരാതി വ്യാജമെന്നാണ് നിർമ്മാതാവ് ഷംനാസിന്റെ വാദം. അവകാശം മാറ്റാൻ നിവിൻ പോളിയുടെ അനുമതി വേണ്ടെന്നും എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും പകർപ്പ് അവകാശം വാങ്ങിയിരുന്നുവെന്നും ഷംനാസ് ന്യൂസ് 18 പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നിവിൻ പോളിയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. എന്നാൽ ആരോപണങ്ങൾ തള്ളി PS ഷാനവാസ് രംഗത്തെത്തി. ആക്ഷൻ ഹീറോ ബിജു 2-ന്റെ അവകാശം മാറ്റാൻ നിവിൻ പോളിയുടെ അനുമതി വേണ്ടെന്നാണ് ഷംനാസ് പറയുന്നത്. എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും പകർപ്പവകാശം വാങ്ങിയിരുന്നു. ഫിലിം ചേംബർ തനിക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നത് വ്യാജ വാർത്തയാണെന്നും ഷംനാസ് ന്യൂസ് 18നോട്. തീർത്തും ഒരു കള്ളക്കേസാണ് ഇപ്പോൾ പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ആക്ഷൻ ഹീറോ ബിജു 2 എന്ന് പറയുന്ന ചിത്രത്തിന്റെ റൈറ്റ്സ് ഫിലിം ചേംബറിൽ എന്റെ പേരിലേക്ക് മാറ്റാൻ പോളി ജൂനിയറിന്റെയോ നിവിൻ പോളിയുടെയോ യാതൊരു സമ്മതപത്രവും ആവശ്യമില്ല. ഇത് ഫിലിം ചേംബറിൽ വിളിച്ച് അന്വേഷിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഈ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ തീർത്തും ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് 2023-ൽ നിവിൻ പോളി, സംവിധായകൻ എബ്രിഡ് ഷൈൻ, തലയോലപ്പറമ്പ് സ്വദേശി ഷംനാസ് എന്നിവർ ഒപ്പിട്ട കരാറിൽ സിനിമയുടെ എല്ലാത്തര അവകാശങ്ങളും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയറിനായിരുന്നുവെന്നും ഇക്കാര്യങ്ങൾ മറച്ചുവെച്ച ഫിലിം ചേംബറിൽ നിന്നും ചിത്രത്തിന്റെ പേരിലെ അവകാശം ഷംനാസ് സ്വന്തമാക്കിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ഇതിനായി നിവിൻ പോളിയുടെ ഒപ്പ് വ്യാജമായി ചേർത്ത രേഖകൾ ഷംനാസ് ഹാജരാക്കുകയും ചെയ്തുവെന്നും നിവിൻ പോളി നൽകിയ പരാതിയിൽ പറയുന്നു. ആക്ഷൻ ഹീറോ ബിജു 2-ന്റെ അവകാശങ്ങൾ തനിക്കാണെന്നും പോളി ജൂനിയർ കമ്പനി ഓവർസീസ് അവകാശം താനറിയാതെ മറ്റൊരു കമ്പനിക്ക് നൽകിയെന്നും കാണിച്ച ഷാനവാസ് നൽകിയ പരാതിയിൽ നേരത്തെ നിവിൻ പോളിക്കെതിരെ പോലീസ് കേസെടുത്ത് രജിസ്റ്റർ ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. ക്ഷേത്രത്തിലെ ഭക്തർക്കും നടത്തിപ്പുകാർക്കുമെല്ലാം വളരെ പ്രിയപ്പെട്ടയാളാണ് കൊല്ലം പാരിപ്പള്ളി പുതിയിടത്തില്ലത്തെ ഈശ്വരൻ നമ്പൂതിരി. പൂജാകാര്യങ്ങളിലൊക്കെ പലരും ആശ്രയിച്ചിരുന്ന ഇദ്ദേഹത്തെയാണ്. എന്നാൽ പരവൂർ പെരുമ്പുഴ യക്ഷിക്കാവിലെ വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന 5 കിരീടങ്ങൾ മോഷണം പോയപ്പോൾ ഈശ്വരൻ നമ്പൂതിരിയിലേക്കാണ് അന്വേഷണമെത്തിയത്. 20 പവനോളം തൂക്കം വരുന്ന കിരീടങ്ങൾ മോഷ്ടിച്ച് ഇയാൾ മുക്കുപണ്ടത്തിന്റെ കിരീടങ്ങൾ വെക്കുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതോടെ ഈശ്വരൻ നമ്പൂതിരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കിരീടങ്ങൾ പലതവണയായി മുറിച്ച് ഇവിടെ നിന്നും കടത്തുകയായിരുന്നുവെന്നാണ് മൊഴി.
ക്ഷേത്രത്തിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റതോടെ അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്കെടുത്തിരുന്നു. അപ്പോൾ കാണിച്ച കിരീടങ്ങൾ സ്വർണമാണോ എന്ന് ചില അംഗങ്ങൾ സംശയം പ്രകടിപ്പിച്ചതോടെയായിരുന്നു അന്വേഷണത്തിന് തുടക്കം. മേൽശാന്തിയോട് തിരക്കിയപ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടികൾ ലഭിച്ചതും കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെച്ചു. തുടർന്ന് ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. പരവൂർ പെരുമ്പുഴ യക്ഷിക്കാവിലെ വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന 20 പവനോളം തൂക്കം വരുന്ന 5 സ്വർണ്ണ കിരീടങ്ങളാണ് മോഷ്ടിച്ചു കടത്തിയത്. പകരം മുക്കുപണ്ടത്തിന്റെ കിരീടം വെച്ചു. പരാതി തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തുകയും ഈശ്വരൻ നമ്പൂതിരിയെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കിരീടങ്ങൾ പലതവണയായി മുറിച്ച് ഇവിടെ നിന്നും കടത്തുകയായിരുന്നുവെന്നും പാരിപ്പള്ളി, കല്ലമ്പലം, കൊട്ടിയം തുടങ്ങിയ സ്ഥലങ്ങളിലെ ജുവലറികളിൽ വിറ്റതായും പ്രതി സമ്മതിച്ചു. തെളിവെടുപ്പിനും വൈദ്യപരിശോധനയ്ക്കും ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ലഹരിവേട്ട തുടരുകയാണ്. തിരുവനന്തപുരം കോവളത്ത് 1/2 കിലോ MDMAയുമായി ദമ്പതികൾ ഉൾപ്പെടെ 4 പേരാണ് ഡാൻസ് ഓഫിന്റെ പിടിയിലായത്. കാർ വാടകയ്ക്കെടുത്ത് 3 കുട്ടികളുമൊത്ത് യാത്ര ചെയ്യുമ്പോഴാണ് വട്ടിയൂർക്കാവ് സ്വദേശി ശ്യാമും ഭാര്യ രശ്മിയും സുഹൃത്തുക്കളും അറസ്റ്റിലായത്. കൊല്ലം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലും ലഹരി വസ്തുക്കളുമായി യുവാക്കൾ പിടിയിലായി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെയും എക്സൈസിന്റെയും തീരുമാനം. വിപണിയിൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ലഹരി വസ്തുക്കളാണ് തിരുവനന്തപുരത്ത് സിറ്റി ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ബംഗളൂരുവിൽ നിന്ന് വന്ന വാഹനം പിന്തുടർന്ന് കോവളം ജംഗ്ഷനിൽ വെച്ചാണ് ലഹരി സംഘത്തെ വലയിലാക്കിയത്. വട്ടിയൂർക്കാവ് സ്വദേശി ശ്യാം എസ് മോഹൻ, ഭാര്യ രശ്മി, മുഹമ്മദ് നൌഫൽ, സഞ്ജയ് എന്നിവരാണ് പിടിയിലായത്. വാഹനത്തിൽ 3 കുട്ടികളും ഉണ്ടായിരുന്നു. കാർ വാടകയ്ക്കെടുത്താണ് ഇവർ യാത്ര ചെയ്തത്. 500 ഗ്രാം MDMAയും 9 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത്. ബംഗളൂരുവിൽ നിന്ന് ഗ്രാമിന് 600 രൂപ നിരക്കിൽ MDMA വാങ്ങി തിരുവനന്തപുരത്ത് 3500 രൂപയ്ക്ക് വിൽക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ ശ്യാം മോഹൻ നേരത്തെയും ലഹരിക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ്. കൊല്ലത്ത് വ്യത്യസ്ത കേസുകളിലായി 3 യുവാക്കൾ രാസലഹരിയുമായി പിടിയിലായി. കുണ്ടറയിൽ MDMAയുമായി എഴുകോട് ഇടയ്ക്കോട് സ്വദേശി എസ് സന്ദീപ്, നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. പള്ളിമുക്ക് ജംഗ്ഷനിൽ സംശയാസ്പദമായി നിൽക്കുന്നത് കണ്ട് പോലീസ് നടത്തിയ ദേഹപരിശോധനയിൽ യുവാക്കളിൽ നിന്നും 11 ഗ്രാം MDMAയാണ് കണ്ടെടുത്തത്. പരവൂരിൽ 1.5 ഗ്രാം MDMAയുമായി വിഴിഞ്ഞം സ്വദേശി അജിയും പിടിയിലായി. പരവൂർ നെടുങ്ങോലത്തുള്ള ഭാര്യ വീട്ടിൽ നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്ത് അജി ഉൾപ്പെടെയുള്ള 4 സംഘത്തിന്റെ പേരിൽ ലഹരിമരുന്ന് വിതരണം നടത്തിയതിന് കേസ് നിലവിലുണ്ട്. പ്രതികളിൽ 3 പേരെ തിരുവനന്തപുരം സിറ്റി ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അജി കൊല്ലം ജില്ലയിലേക്ക് കടന്നതായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചാണ് പ്രതിയെ പിടിച്ചത്. ഇടുക്കിയിൽ ലഹരി വസ്തുക്കളുമായി ഇരട്ടയാർ സ്വദേശി അഖിലാണ് കട്ടപ്പന എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും സ്വകാര്യ ബസ്സിലെത്തിയ ഇയാളിൽ നിന്ന് 2.2 ഗ്രാം മെത്തഫിറ്റമിനും 1 ഗ്രാം ഉണക്കക്കഞ്ചാവും കണ്ടെടുത്തു. ബംഗളൂരുവിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയാണ് അഖിൽ. 2 വർഷമായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. .84 ഗ്രാം MDMAയുമായി 2 പേരെ മലപ്പുറം കൊളത്തൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മക്കരപ്പറമ്പ് സ്വദേശികളായ അബ്ദുൾ ബാസിദ്, രഞ്ജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്.
പട്രോളിംഗിനിടെ സംശയാസ്പദമായ രീതിയിൽ കണ്ട ഇവരെ പരിശോധിച്ചപ്പോഴാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം ജവഹർ നഗറിൽ കോടികൾ വില വരുന്ന വീടും വസ്തുവും വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കല്ലയം വെട്ടിക്കുഴി സ്വദേശി സുനിൽ ബാബു തോമസിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുമങ്ങാട് ഡ്യൂട്ടിയിലായിരുന്ന പോലീസുകാരെ ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലെ പ്രതിപിടിയിൽ. പിടിയിലായത് കൊല്ലങ്കാവ് ചെരുപ്പൂർക്കോണം സ്വദേശി ഷാലു. ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ ആക്രമണം നടത്തിയ സംഘത്തെ അറസ്റ്റ് ചെയ്തു. ശാസ്തവട്ടം കൈലാത്തുകോണം സ്വദേശികളായ വിഷ്ണു, ജിത്തു, അനീഷ് എന്നിവരാണ് പിടിയിലായത്. അസഭ്യവാക്കുകൾ ഉപയോഗിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അധ്യാപകന് സസ്പെൻഷൻ. പാലക്കാട് ചാത്തന്നൂർ ഗവൺമെന്റ് സ്കൂളിലെ മലയാളം അധ്യാപകൻ KC വിപിനെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. കൊല്ലം അഞ്ചുകല്ലും മൂട്ടിലെ കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി സെക്രട്ടറി ഗംഗ അറസ്റ്റിൽ. ജോലി വാഗ്ദാനം ചെയ്തും വായ്പയുടെ പേരിലുമൊക്കെയായി 3 കോടി തട്ടിയെന്ന കേസിലാണ് അറസ്റ്റ്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് എപ്പോഴായിരിക്കും? ഒരിഞ്ച് പോലും ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നുമ്പോഴാണോ? അതോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോഴാണോ? വിദ്യാർത്ഥികളും യുവതികളും ദമ്പതികളുമൊക്കെ ജീവനൊടുക്കിയ വാർത്തകൾ കേൾക്കുമ്പോൾ സമൂഹം പലപ്പോഴും അതിൻ്റെ കാരണങ്ങൾ തേടാറുണ്ടല്ലേ? എന്നാൽ സമാനതകളില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ഈ നാടിപ്പോൾ കടന്നു പോകുന്നത്. കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് അനുദിനം വർദ്ധിക്കുന്ന കാഴ്ച. ഒരു വർഷം സംസ്ഥാനത്ത് 10,000-ത്തിലധികം പേർ ജീവനൊടുക്കുന്നുവെന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ പ്രതിദിനം 27 പേരോളം സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. ഗാർഹിക പീഡനവും മാനസിക സംഘർഷങ്ങളും വിഷാദരോഗവും സാമ്പത്തിക ബാധ്യതയുമൊക്കെ ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ട്. പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളിൽ പോലും എന്തുകൊണ്ടാണ് പലരും ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത്? മലയാളികളുടെ മനോനില അത്രയ്ക്കും അപകടത്തിലാണോ? എവിടെയാണ് നമുക്ക് ചികിത്സ വേണ്ടത്? നമ്മുടെ ഭരണകൂടവും അധികാരികളും ഇടപെടേണ്ട സമയമായിരിക്കുന്നു. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.